നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. നാടെങ്ങും ചിങ്ങമൊന്ന് കർഷക ദിനമായി ആഘോഷിക്കുമ്പോഴും കൃഷി സമരായുധമാക്കി മാറ്റി തളരാതെ സമരം ചെയ്യുകയാണ് കുളത്തൂപ്പുഴ അരിപ്പയിലെ സമരഭടന്മാർ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചിങ്ങമൊന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ കർഷകരെ ആദരിക്കലും ലീഡ്സ് ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. നാടെങ്ങും ചിങ്ങമൊന്ന് കർഷക ദിനമായി ആഘോഷിക്കുമ്പോഴും കൃഷി സമരായുധമാക്കി മാറ്റി തളരാതെ സമരം ചെയ്യുകയാണ് കുളത്തൂപ്പുഴ അരിപ്പയിലെ സമരഭടന്മാർ. കാട്ടാമ്പള്ളി സന്മാർഗദായിനി യുവജന സമാജം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ ചടങ്ങും അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അനുസ്മരണവും സംഘടിപ്പിച്ചു. കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ അഭിഭാഷകന് മർദ്ദനം. ബാർ അസോസിയേഷൻ പ്രതിഷേധിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയും കോൺഗ്രസ് അലൈൻമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നാടെങ്ങും ചിങ്ങമൊന്ന് കർഷക ദിനമായി ആഘോഷിക്കുമ്പോഴും കൃഷി സമരായുധമാക്കി മാറ്റി തളരാതെ സമരം ചെയ്യുകയാണ് കുളത്തൂപ്പുഴ അരിപ്പയിലെ സമരഭടന്മാർ. പുതുവർഷപ്പിറവിയായ ചിങ്ങമൊന്നാണ് കേരളീയർ കാർഷിക ദിനമായി ആഘോഷിക്കുന്നത്. നാടെങ്ങും കാർഷിക ദിനം ആഘോഷിക്കുമ്പോൾ കൃഷിഭൂമിക്കായി കൃഷി ചെയ്ത് സമരം ചെയ്യുകയാണ് കുളത്തൂപ്പുഴ അരിപ്പയിലെ സമരഭടന്മാർ. 2500ഓളം കുടുംബങ്ങളാണ് അനേക ദിനരാത്രങ്ങൾ പിന്നിട്ട ഭൂസമരത്തിൽ ഇപ്പോഴും പങ്കെടുക്കുന്നത്. വീട് നിർമ്മിക്കാനും കൃഷി ചെയ്ത് ജീവിക്കാനും ഭൂമി എന്നതാണ് സമരക്കാരുടെ ആവശ്യം. കാടുമൂടി ചതുപ്പായി കിടന്ന പാഴ്ഭൂമി ഇന്ന് സമരഭടന്മാരുടെ അശ്രാന്ത പരിശ്രമത്താൽ പൊന്നുവിളയുന്ന കൃഷിയിടങ്ങളായി മാറിക്കഴിഞ്ഞു. അരിപ്പയിലെ സമരഭൂമി റബ്ബർ തോട്ടമാണെങ്കിലും ഉപജീവനത്തിനായി ഇവർ റബ്ബറിനെ ആശ്രയിക്കാറില്ല. ഏക്കറോളം പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളും പച്ചക്കറി കൃഷിയുമാണ് ഇവിടെയുള്ളത്. വനമേഖലയായതിനാൽ ഉരുൾപൊട്ടലും വന്യജീവികളും അരിപ്പ സമരഭൂമിയിലെ കൃഷിക്ക് വെല്ലുവിളിയാകാറുണ്ട്. പ്രകൃതിയോടും വന്യജീവികളോടും സാമൂഹ്യ വ്യവസ്ഥിതിയോടും പോരാടിയാണ് ഭൂരഹിതർ ഇവിടെ ഭൂമിക്കായി കൃഷി ചെയ്ത് സമരം തുടരുന്നത്. നെല്ലും വാഴയും മരച്ചീനിയും പാവലും പയറും പടവലവും മാത്രമല്ല, നിലക്കടലയും ഉഴുന്നും വരെ അരിപ്പ സമരഭൂമിയിൽ കർഷകർ വിളയിച്ചെടുക്കുന്നു. അരിപ്പ ഭൂസമരം വർഷങ്ങൾ പിന്നിടുമ്പോഴും പരിഹാരം കാണാൻ സർക്കാർ കാര്യമായി ഇടപെട്ടിട്ടില്ല. മരിക്കുമ്പോൾ സ്വന്തം ഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളാൻ തങ്ങൾക്ക് അവകാശമില്ലേ എന്നാണ് ഭൂരഹിതരായ സമരഭടന്മാരുടെ ചോദ്യം. നാടെങ്ങും കാർഷിക ദിനം ആഘോഷിക്കുന്ന അധികാരികൾ കൃഷിഭൂമിക്കായി കൃഷി ചെയ്ത് സമരം ചെയ്യുന്ന തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഭൂരഹിതരായ കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചിങ്ങമൊന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ കർഷകരെ ആദരിക്കലും ലീഡ്സ് ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ചിങ്ങമൊന്ന് കർഷക ദിനത്തോടനുബന്ധിച്ച് അഞ്ചൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ കർഷകരെ ആദരിക്കലും ലീഡ്സ് ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ BT രാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായ് അധ്യക്ഷത വഹിച്ചു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ തമ്പി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീലത കുഞ്ഞമ്മ, അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് S. ബൈജു, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കാട്ടാമ്പള്ളി സന്മാർഗദായിനി യുവജന സമാജം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ ചടങ്ങും അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അനുസ്മരണവും സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് കാട്ടാമ്പള്ളി ജംഗ്ഷനിലാണ് സന്മാർഗദായിനി യുവജന സമാജം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ 25ാമത് വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും അന്തരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലം MP NK പ്രേമചന്ദ്രൻ നിർവഹിച്ചു. കാട്ടാമ്പള്ളി സന്മാർഗദായിനി യുവജന സമാജം ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ഈ വർഷത്തെ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ ചടങ്ങും അതുപോലെ തന്നെ
ഈ പുരസ്കാരങ്ങൾ ഏർപ്പാട് ചെയ്ത സ്മരണീയ വ്യക്തിത്വങ്ങളെ ഓർക്കുകയും ചെയ്യുന്ന ഒരു നല്ല ചടങ്ങിനാണ് ഞാനും നിങ്ങളും ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം നമ്മുടെ ഈ കലാലയങ്ങളിൽ പഠിച്ചു പുറത്തു വരുന്നവർ SSLC, +2 അടക്കമുള്ള പരീക്ഷകളിൽ മികവുറ്റ വിജയം കൈവരിച്ചവർ, വ്യത്യസ്തമായ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ച് സമൂഹത്തിനാകെ മാതൃകയായി തീരുന്നവരെ അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. പലപ്പോഴും അത്തരത്തിലുള്ള അംഗീകാരങ്ങളുടെ അഭാവം പ്രതിഭകളെ വേണ്ട തരത്തിൽ പ്രയോജനപ്പെടുത്താനോ അല്ലെങ്കിൽ കൂടുതൽ അവരെ വളർത്തിക്കൊണ്ടുവരാനോ കഴിയാതെ പോകുന്നു എന്ന അനുഭവവും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ശ്രദ്ധേയമായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സമഗ്രമായി പ്രതിപാദിക്കുകയുണ്ടായി. ഞാൻ ആ ഗ്രന്ഥശാലയും ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങളും നേരത്തെ നിമിഷങ്ങൾക്ക് മുമ്പ് അതിനകത്ത് കയറി കാണാനുള്ള അവസരവും ഉണ്ടായി. എനിക്കതിലേറെ സന്തോഷം തോന്നിയത് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് അറിയാനും പഠിക്കാനും ആവശ്യമുള്ള ആധുനിക സങ്കേതങ്ങളെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് വളരാൻ അവസരമൊരുക്കുന്ന ധാരാളം സംവിധാനങ്ങൾ ഗ്രന്ഥശാല പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം CD ലൈബ്രറി, അതുപോലെ അക്കാദമിക് എക്സലൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിഭാഗം, വായനക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിഭാഗം എന്ന് തുടങ്ങി വിവിധ തലങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് അവസരങ്ങൾ ലഭ്യമാക്കാനും അനുഭവഭേദ്യമാക്കാനുമുള്ള ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രമായി സന്മാർഗദായിനി ഗ്രന്ഥശാല കാട്ടാമ്പള്ളിയിൽ തല ഉയർത്തി നിൽക്കുന്നു. ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെ സംബന്ധിച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഇന്ത്യ ഒരു ശാക്തിക രാഷ്ട്രമായി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് നമ്മുടെ സാമൂഹ്യ ജീവിത ഘടനയെ, സാമൂഹ്യ പരിച്ഛേദത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വിശകലനം നടത്തിക്കൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചത് ഏതാണ്ട് 64% വരുന്ന ഇന്ത്യയിലെ ജനവിഭാഗം 35 വയസ്സിന് താഴെയുള്ള കൗമാര യൗവന പ്രായത്തിലുള്ളവരാണ്. അവരുടെ ശാക്തീകരണത്തിലൂടെ 2020 ലോകത്തെ ഏറ്റവും വലിയ ശാക്തിക രാഷ്ട്രമായി, ഒരുപക്ഷെ വികസിത രാഷ്ട്രങ്ങളെ വെല്ലുന്ന ശാക്തിക രാഷ്ട്രമായി ഇന്ത്യക്ക് മാറാൻ കഴിയുമെന്ന് APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയായി ചുമതലയേറ്റതിനു ശേഷം നടത്തിയ പ്രഭാഷണങ്ങളിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സത്യത്തിൽ അപ്പോഴാണ് ഇന്ത്യയുടെ കരുത്തിനെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ശക്തിയെ സംബന്ധിച്ച് ലോകം ഇന്ത്യയിലേക്ക് നോക്കാൻ തുടങ്ങിയതിന് പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ APJ അബ്ദുൽ കലാം വരച്ച അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച ഒരു ദിശാബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഗാന്ധിജി വിട്ടുപിരിഞ്ഞതിന് സമാനമായ ദുഃഖമാണ് APJ അബ്ദുൽ കലാം മരണപ്പെട്ടപ്പോഴും ഉണ്ടായതെന്നും ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജനകീയനായ നേതാവായിരുന്നു അദ്ദേഹമെന്നും അനുസ്മരണ പ്രസംഗത്തിൽ NK പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. സന്മാർഗദായിനി ഗ്രന്ഥശാല പ്രസിഡന്റ് BS രവീന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി S ഷൈജു സ്വാഗതം പറഞ്ഞു. പരിപാടിയിൽ കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി B ശിവദാസൻ പിള്ള, SR സന്തോഷ് കുമാർ, G ശശിധരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. SSLC, +2, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. മാറിമറിയുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുരൂപം നൽകുന്ന ഏക വസ്ത്രാലയം JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിവിശാലമായ ഷോറൂം. ആൺകുട്ടികളുടെയും യുവാക്കളുടെയും മനം കവരുന്ന ഏറ്റവും പുതിയ മോഡൽ ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, ട്രൗസറുകൾ എന്നിവ ഇവിടെ നിന്നും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എന്തെന്നാൽ ഞങ്ങളും നിങ്ങളിൽ ഒരാളാണ്. കേവലം വസ്ത്രങ്ങൾക്കുപരി നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന വിശ്രമമുറി, അതിവിശാലമായ കാർ പാർക്കിംഗ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ JB സ്പെയർസ്, കുരിശിൻമുക്ക്, പനശവിള, JBS ഓട്ടോമോട്ടീവ്, തടിക്കാട്. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ് സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം, വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 047522755511. മൊബൈൽ 9447334488. അഞ്ചലിന്റെ ചരിത്രത്തിലാദ്യമായി വിദേശ കലാകാരന്മാരുടെ അത്ഭുത അഭ്യാസ പ്രകടനങ്ങൾ കാണികളുടെ മനസ്സിൽ വിസ്മയങ്ങളുടെ പൂത്തിരി തീർത്തുകൊണ്ട് ഈ ഓണക്കാലം നിങ്ങളോടൊപ്പം ആഘോഷിക്കുവാൻ ഇതാ ഗ്ലോബൽ സർക്കസ്. അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകിട്ട് 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ഈജിപ്ഷ്യൻ ഹൂല ഹൂല, റഷ്യൻ സിൽക്ക് ഡിയോ, ചൈനീസ് നവാൻ ബാലൻസ്, റോളോ ബോളോ, ലൈറ്റനിങ് ജംഗ്ലിംഗ് തുടങ്ങി ഒട്ടനവധി വിസ്മയ കാഴ്ചകളുമായി ഗ്ലോബൽ സർക്കസ്. ഈ ഓണക്കാലം ഗ്ലോബൽ സർക്കസിനൊപ്പം അഞ്ചൽ വട്ടമൺ പാലത്തിന് സമീപം അർച്ചന ഗ്രൗണ്ടിൽ. ഗവൺമെന്റ് ഹൈസ്കൂൾ തലച്ചിറയിൽ കർഷക ദിന ആഘോഷവും സീഡ് ക്ലബ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസ് നിർവഹിച്ചു. തലച്ചിറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കർഷക ദിനാഘോഷവും സീഡ് ക്ലബ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് S. ഷാനവാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ KK മാത്തിക്കുട്ടി സ്വാഗതം പറഞ്ഞു. പ്രദേശത്തെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. KG മനോജ് സീഡ് ക്ലബ് പ്രവർത്തന വിശദീകരണം നടത്തി. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടിജു യോഹനാൻ, TC ജോർജ്, അജിത, പ്രിയ മുരളീധരൻ, സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷത്തെ ചിങ്ങം 1 തലച്ചിറ ഗവൺമെൻറ് ഹൈസ്കൂളിൽ കർഷക ദിനാഘോഷവും സീഡ് ക്ലബിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി കാർഷികോപകരണങ്ങളുടെ പ്രദർശനം, മികച്ച കർഷകരെ ആദരിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും PTA കൂടെ കൂട്ടായി സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടും വളരെയേറെ കുട്ടികൾക്ക് പഴയ കാർഷിക ഉപകരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അതിനെക്കുറിച്ച് അവർ തന്നെ ഒരു പഠനം നടത്തുന്നതിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് തുടങ്ങിയ സീഡ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിലെ സ്ഥലത്ത് മാതൃകാപരമായ നിലയിൽ പച്ചക്കറി തോട്ടമടക്കം ആരംഭിക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാ കുട്ടികളുടെയും വിദ്യാർത്ഥിനികളുടെയും വീടുകളിൽ അവർക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനടക്കമുള്ള പ്രവർത്തനം നടത്തണം എന്ന നിലയിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. തുടർന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ സയൻസ് ക്ലബിൻ്റെയും അതുപോലെ തന്നെ തലച്ചിറ ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകരുടെയും PTA വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള വിവരമാണ് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ അഭിഭാഷകന് മർദ്ദനം. ബാർ അസോസിയേഷൻ പ്രതിഷേധിച്ചു. കൊട്ടാരക്കര അഡീഷണൽ സെക്ഷൻ കോടതിയിലെ അഭിഭാഷകനും കൊട്ടാരക്കര ബാർ അസോസിയേഷൻ അംഗവുമായ ADV ഷൈൻകുമാറിനാണ് മർദ്ദനമേറ്റത്. അഭിഭാഷകന് മർദ്ദനമേറ്റതിനെ തുടർന്ന് ബാർ അസോസിയേഷൻ അംഗങ്ങൾ കോടതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ഞങ്ങളുടെ ബാറിലെ ഒരു അംഗം ശ്രീ ഷൈൻ ഇന്നലെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസിൻ്റെ ആവശ്യത്തിന് ചെന്നതാണ്. അപ്പം വാദിഭാഗത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ മെമ്പർ ശ്രീ ഷൈൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നത്. അപ്പോൾ അവിടെ ആദ്യം പോലീസ് സ്റ്റേഷന് പുറത്ത് വാദികളുടെ ആളുകളും അതുപോലെ തന്നെ പ്രതികളുടെ ആളുകളും ഉണ്ടായിരുന്നു. ഈ സമയം നമ്മുടെ അഭിഭാഷകൻ വെളിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ SI അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ASI ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പം ശ്രീ ഷൈൻ ഈ
ഈ വിഷയങ്ങൾ സംസാരിച്ച് പുറത്തു നിന്ന്, അതായത് പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു, ഇവിടെ ബഹളം വെക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മെമ്പർ, നമ്മുടെ ബാർ അസോസിയേഷൻ്റെ അംഗം ഷൈൻ പറഞ്ഞു, ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ എഴുത്ത വായിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നീ ആരുടാന്ന് ചോദിച്ചു. ഉടൻ തന്നെ SI ആ സമയത്ത് ആ സ്ഥലത്ത് കടന്നു വരികയും വീണ്ടും നീ ആരാന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഷൈൻ അഡ്വക്കേറ്റ് പറഞ്ഞു, ഞാനൊരു അഭിഭാഷകനാണ് എന്ന് പറഞ്ഞു. ഞാനൊരു കേസിൻ്റെ ആവശ്യം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, SI പറഞ്ഞത്, നീ ഏത് അഭിഭാഷകനായാലും ഈ പോലീസ് സ്റ്റേഷനിൽ കടന്ന് വിഷയം സംസാരിക്കാൻ ഒരു അവകാശവുമില്ല എന്ന് അവിടെ പറയുകയുണ്ടായി. ഇതുപോലെ നിരവധിയായിട്ടുള്ള അഭിഭാഷകരെ വക്കീലന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. അപ്പം ബഹുമാനിയായ നമ്മുടെ മെമ്പർ പറഞ്ഞു, ഇത് ഞങ്ങൾ ഒരു വാദിയുടെ വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞ്, അപ്പോൾ SI നീ എന്ന് പറഞ്ഞ് വളരെ ആക്ഷേപകരമായ രീതിയിൽ നമ്മുടെ അഡ്വക്കേറ്റിനെ ആക്ഷേപിച്ചു. അത് മാത്രവുമല്ല, ഒരു ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നാണ്. ആ സമയം നിരവധിയായിട്ടുള്ള ആളുകൾ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം കേട്ടുള്ള ഒരു കാര്യമാണ്. പേര് വിളിച്ച്, ജാതി പേര് പറഞ്ഞ് വിളിച്ചാണ് ആക്ഷേപിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് ഈ SI വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ മൂലയ്ക്ക് നിർത്തി. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഒരു വാദിയുടെ കേസ് പരിഹരിക്കുന്നതിന് വേണ്ടി, ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കടമ നിറവേറ്റുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷൻ ചെന്ന അഭിഭാഷകനെ മാറ്റി നിർത്തി അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയാണ് ചെയ്തത്. FIR എടുത്തിട്ടാണ്, ജാമ്യത്തിലാണ് അദ്ദേഹത്തെ പുറത്തുവിട്ടത്. ഇന്ന് അതിനുശേഷം ആ പോലീസ് SI അദ്ദേഹത്തിൻ്റെ കോളറിൽ പിടിക്കുകയും അദ്ദേഹത്തെ ചെള്ളയ്ക്ക് അടിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ മെമ്പർ ശ്രീ ഷൈൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ബാർ അസോസിയേഷൻ അടിയന്തരമായി ജനറൽ ബോഡി കൂടി, ആ ജനറൽ ബോഡിയിലെടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനമെന്ന് പറയുന്നത്, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇനി ആവർത്തിച്ചാൽ ഞങ്ങൾ കർശനമായി രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ നടപടി എന്നുള്ള നിലയിൽ ഞങ്ങൾ 1 മണിക്കൂർ ഞങ്ങൾ ബാർ അസോസിയേഷൻ അഭിഭാഷകർ ഇന്ന് കോടതി ബഹിഷ്കരിച്ചു. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്, പൂയപ്പള്ളി SIയെയും അതുപോലെ തന്നെ ASIയെയും അതുപോലെ തന്നെ കോൺസ്റ്റബിളിനെയും നിയമപരമായി അന്വേഷണം നടത്തി സസ്പെൻഡ് ചെയ്യണം. അതുവരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം അതുതന്നെയാണ്. മേലിൽ ഇതുപോലെയുള്ള അക്രമങ്ങൾ അഭിഭാഷകർക്കെതിരെ ഉണ്ടാകുവാൻ പാടില്ല. തീർച്ചയായിട്ടും ഇതിൽ SIയെ സസ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ASIയെ സസ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ കോൺസ്റ്റബിളിനെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിഭാഷകരുടെ. ഈ 350 അഭിഭാഷകരാണ് കൊട്ടാരക്കരയിലുള്ളത്. ഈ അഭിഭാഷകരുടെ മൊത്തത്തിലുള്ളൊരു തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാക്കുന്നവരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. CPI ഏരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരൂർ മേഖലകളിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കിടന്ന് പാല് ചുമക്കുന്ന, കവറ് ചുമക്കുന്ന, അഴിമതി ഭരണം തുലയട്ടെ. CPI ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S. സന്തോഷ് ജാഥ ക്യാപ്റ്റനും രാധാ സുബ്രഹ്മണ്യൻ വൈസ് ക്യാപ്റ്റനും K. അനിമോൻ ജാഥ ഡയറക്ടറുമായി. കേന്ദ്രം ഭരിക്കുന്ന മോദി ഗവൺമെന്റിന്റെയും കേരളം ഭരിക്കുന്ന ചാണ്ടി ഗവൺമെന്റിന്റെയും ജനവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കണം എന്നാണ്. ഈ ജാഥയ്ക്ക് ആധാരമായ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളെ സംബന്ധിച്ചുമൊക്കെ തന്നെ എനിക്ക് മുന്നേ സംസാരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് അഡ്വക്കേറ്റ് PR ബാലചന്ദ്രൻ ഇവിടെ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് ഒരു ജാഥ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.
ഈ ജാഥയിൽ അത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നതിനോടൊപ്പം ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളതും ഞങ്ങൾ ഈ ജാഥയിലൂടെ ലക്ഷ്യമിടുകയാണ്. ADV PR ബാലചന്ദ്രൻ, തുമ്പോട് ഭാസി, ദിലീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയും കോൺഗ്രസ് അലൈൻമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയും കോൺഗ്രസ് അലൈൻമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. പദയാത്ര KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ചിദർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി MM നസീർ മുഖ്യപ്രഭാഷണം നടത്തി. നരേന്ദ്രമോദി വിസിറ്റിംഗ് പ്രധാനമന്ത്രിയാണെന്നും ഭൂരിഭാഗം സമയവും വിദേശത്താണ് ചിലവഴിക്കുന്നതെന്നും ഏകാധിപതിയായ ഹിറ്റ്ലറെ പോലെയാണ് ഭരണം നടത്തുന്നതെന്നും MM നസീർ പറഞ്ഞു. ഗ്രാമതലം തൊട്ടാരംഭിക്കുന്ന ഒരു ജനാധിപത്യം, ആ ജനാധിപത്യത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളികളെ നേരിടുവാൻ യാതൊരു സംശയവുമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ അതിന് സാധിക്കൂ എന്ന് നമ്മുടെ ബഹുമാനിയായ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, സോണിയാഗാന്ധിയുടെ പാർലമെന്റിൽ ഒരു ഈറ്റപ്പുലിയെ പോലെ കടന്നു വന്ന് നടുത്തളത്തിറങ്ങി സോണിയാഗാന്ധിയുടെ ഗർജനം, രാഹുൽ ഗാന്ധിയുടെ അതിശക്തമായ പോരാട്ടത്തിന്റെ നാളുകൾ കഴിഞ്ഞ ദിനങ്ങളിലെ പാർലമെന്റ് സമ്മേളനത്തിൽ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് പഴയ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെയാണ് ഓർമ്മ വന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാൻ നരേന്ദ്രമോദിക്ക് എന്താണ് അവകാശം? ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയായ അന്ന് മുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി. നിങ്ങൾക്കറിയാം, അധികാരത്തിൽ വന്നാൽ 48 മണിക്കൂറിനകം ലോകത്തുള്ള മുഴുവൻ ഇന്ത്യക്കാരുടെയും കള്ളപ്പണത്തെ കണ്ടെത്തി ഓരോ ഇന്ത്യൻ പൗരന്റെയും അക്കൗണ്ടുകളിലേക്ക് 15 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിൽ ഒന്ന് ഉറക്കെ ഇരിക്കുവാൻ, സംസാരിക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു വിസിറ്റിംഗ് പ്രധാനമന്ത്രിയായി ഇടയ്ക്ക് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു പ്രധാനമന്ത്രിയായി മാറിയിരിക്കുന്നു. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു സംരംഭം എന്ന നിലയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പദയാത്രയെ ആവിഷ്കരിച്ച് നടപ്പാക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ രാജ്യത്ത് നിന്ന് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇന്ന് ജനങ്ങൾ തിരസ്കരിക്കപ്പെട്ട പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തകർന്ന് തരിപ്പണമായി. 34 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ജീവിക്കുവാൻ വേണ്ടി നമ്മുടെ കേരളത്തിലും അതുപോലുള്ള മറ്റു സംസ്ഥാനങ്ങളിലും ജോലി തേടി നടക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ജനങ്ങൾ തിരസ്കരിക്കപ്പെട്ട ഒരു പാർട്ടിക്ക് ഈ നാട്ടിനെ രക്ഷിക്കുവാൻ സാധ്യമല്ല എന്നുള്ള കാര്യം നാം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും. അലൈൻമെന്റ് മണ്ഡലം പ്രസിഡന്റ് H സുനിൽ ദത്ത് ജാഥ ക്യാപ്റ്റനായിരുന്നു. ചാർലി കോലത്ത്, അലൈൻമെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ജുമൈലത്ത് ഷാജഹാൻ, വൈസ് പ്രസിഡന്റ് ബേസിൽ ഉമ്മൻ ജോർജ്, കൊല്ലായിൽ സുരേഷ്, KG സാബു, MM സാദിഖ്, ജേക്കബ് മാത്യു, അബ്ദുൾ വാഹിദ്, T അച്ഛൻകുഞ്ഞ്, അഡ്വക്കേറ്റ് രാജേഷ്, തോമസ് മാത്യു, അലൈൻമെന്റ് അനിൽകുമാർ, പുത്തയം യൂസഫ്, VP ദിവാകരൻ പിള്ള, J രവീന്ദ്രൻ, ഷാജഹാൻ, രാധാമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഒരിടവേള കൂടി. തെക്കിന്റെ മണർകാടാം ദേവാലയമേ, തെളിവാർന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ. കർത്താവിൽ പ്രിയരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ തെക്കൻ മണർകാട് എന്നറിയപ്പെടുന്ന വിശ്വാസികളുടെ ആശാകേന്ദ്രവും നാനാജാതി മതസ്ഥരുടെ അഭയവുമായിരിക്കുന്ന അന്തർദേശീയ മർത്തമറിയം തീർത്ഥാടന കേന്ദ്രമായ ആലഞ്ചേരി സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ എല്ലാ വർഷവും നടത്തിവരുന്ന 8 നോമ്പ് പെരുന്നാളും കൺവെൻഷനും 2015 ഓഗസ്റ്റ് മാസം 30-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 8-ാം തീയതി വരെ അഭിമന്യ തിരുമേനിമാരുടെയും വന്യ കോറപ്പിസ്കോപ്പന്മാരുടെയും
ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. വിവിധ പരിപാടികളിൽ ബഹുമാനപ്പെട്ട കൊല്ലം MP NK പ്രേമചന്ദ്രനും സ്ഥലം MLA അഡ്വക്കേറ്റ് K രാജുവും സംബന്ധിക്കുന്നു. വിശുദ്ധ ദേവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാളിലും ഭക്തി നിർമ്മരമായ റാസയിലും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിന് ആലഞ്ചേരി തീർത്ഥാടന പള്ളിയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ മാത്യു തോമസ് അച്ഛൻ. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. ശ്രുതി സംഗീത നൃത്ത വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത യുവഗായകൻ ആദർശ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ പനച്ചവിളയിൽ പുതുതായി ആരംഭിച്ച ശ്രുതി സംഗീത നൃത്ത വിദ്യാലയത്തിന്റെ ഉദ്ഘാടനം മഞ്ച് സ്റ്റാർ സിംഗർ വിജയും പ്രശസ്ത യുവഗായകനുമായ ആദർശ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഈ വർഷത്തിൽ ഒരു വർഷം ആരംഭിച്ചിട്ടുണ്ട്. ഒരു പുതിയ വർഷം പൊന്നോണത്തിന് മുന്നോടിയായി നമ്മുടെ മുമ്പിലെത്തുമ്പോൾ ഈ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതാണ് നല്ല സംരംഭങ്ങൾക്കെല്ലാം തുടക്കം പോയി ഒരുപാട് പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു. ഒരുപാട് വിവാഹങ്ങളുടെ മുഹൂർത്തങ്ങളുള്ള ദിവസമാണ്. നല്ല സന്ദർഭങ്ങൾ തുടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളുള്ള ദിവസം. കർണാട്ടിക് സംഗീതം, ലളിത സംഗീതം, നാടൻപാട്ട്, വയലിൻ, ഗിത്താർ, കീബോർഡ്, പുല്ലാങ്കുഴൽ, വീണ, മൃദംഗം, തബല തുടങ്ങിയവയ്ക്ക് പുറമെ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, തിരുവാതിര, ചിത്രരചന തുടങ്ങിയ കലാരൂപങ്ങൾക്കും ശ്രുതി സംഗീത നൃത്ത വിദ്യാലയത്തിൽ പരിശീലനം നൽകും. ഉദ്ഘാടന യോഗത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം K ബാബു പണിക്കർ അധ്യക്ഷത വഹിച്ചു. ഇടമളക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V ചന്ദ്രബാബു, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മോഹൻകുമാർ, ബാലചന്ദ്രൻ പിള്ള, സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് 17ാമത് കുടുംബശ്രീ CDS വാർഷികം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ നിർവഹിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 17ാം വാർഷികം സംഘടിപ്പിച്ചു. അഞ്ചൽ അല്ലമാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CDS ചെയർപേഴ്സൺ മിനി വിജയൻ സ്വാഗതം പറഞ്ഞു. അഗതി ആശ്രയ പദ്ധതിയുടെ ആനുകൂല്യ വിതരണം പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജുവും മുതിർന്ന കുടുംബശ്രീ അംഗത്തെ ആദരിക്കൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവനും മുതിർന്ന തൊഴിലുറപ്പ് തൊഴിലാളിയെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹനും നിർവഹിച്ചു. സ്ത്രീ സമ്പത്തിന്റെ പൊതുവുള്ള മുന്നേറ്റത്തിന് വഴിത്തിരിയിട്ടുകൊണ്ട് ഈ മഹാപ്രസ്ഥാനം വളരുകയാണ്. കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും കഴിഞ്ഞ 16ാമത് വാർഷികവും
ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ 16ാമത് വാർഷിക സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നത് ഓർക്കുക. രാവിലെ നിങ്ങൾ പട്ടണത്തിൽ ഘോഷയാത്ര, സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര നടത്തിയതിന് ശേഷമാണ് ഇവിടെ നിങ്ങൾ എത്തിയത്. സ്വാഭാവികമായും അതെല്ലാം കൊണ്ട് തന്നെ അല്പസ്വല്പം പുറത്തോട്ട് ഇറങ്ങി നിൽക്കാനും ഒന്ന് കാറ്റുകൊണ്ട് തിരിച്ചു വരാനും ഫാനൊക്കെ ഉണ്ടെങ്കിൽ അല്പം പോലും കാറ്റുകൂടെ കിട്ടുന്നില്ല. സ്റ്റേജിൽ അല്പം പോലും കാറ്റ് കിട്ടുന്നു. ഇന്ത്യ നിലനിന്നപ്പോൾ തന്നെ അത് പാകിസ്ഥാനും ഹിന്ദുസ്ഥാനുമായി മാറേണ്ടതാണെന്ന വാദഗതി അന്നത്തെ ചില ആളുകൾ ഉയർത്തി. എന്നാൽ അതിൽ അകപ്പെട്ടു പോകാതെ അന്നത്തെ ദേശീയ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഇന്ത്യ എന്ന നിലയിൽ തന്നെ നമ്മുടെ രാജ്യത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പരിശ്രമിച്ചത് രാജ്യത്തിൻ്റെ മതേതരത്വം ജനാധിപത്യവും ഉയർത്തി പിടിക്കണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതിനൊക്കെ ചില കോട്ടകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നാം ഇപ്പോഴത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ആ ദിനത്തിൽ തന്നെയാണ് കുടുംബശ്രീ വാർഷികവും നമ്മൾ സംഘടിപ്പിക്കുന്നത്. മെമ്പർ സെക്രട്ടറി സുനിൽ വി അബ്ബാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജയ ചന്ദ്രബാബു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ തമ്പി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കുടുംബശ്രീ പ്രവർത്തകരുടെ വിവിധ കലാകായിക മത്സരങ്ങളും പരിപാടിയോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഗസ്ത്യ റെസിഡൻസ് അസോസിയേഷൻ 1ാമത് വാർഷികം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. അഗസ്ത്യക്കോട് അഗസ്ത്യ റെസിഡൻസ് അസോസിയേഷൻ 1ാമത് വാർഷികം സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് നടന്ന പരിപാടി പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. പഠിക്കുന്ന കുട്ടികളുടെ പറയുന്നത് ഡോക്ടർ രേണു പള്ളിക്കുളത്തിൽ ഒക്കെ പോകുന്ന കുട്ടികൾ പത്രങ്ങൾ വായിക്കുന്നവരുണ്ടെങ്കിൽ ആ പടമൊക്കെ അടിച്ച് വരുന്നു. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ, 1 മാസമാകും. ഡോക്ടർ രേണു, ആ ഡോക്ടർ രേണു ചങ്ങനാശ്ശേരിക്കാരിയാണ്. ആ ഡോക്ടർ രേണുവിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് പുത്തൂരാണ്. ഞാൻ ആ കുട്ടിയെ അനുമോദിക്കുന്ന യോഗത്തിന് വേണ്ടി പുത്തൂരിൽ പോയി. എന്താണ്, IAS ഇന്ത്യ രാജ്യത്തെ 2ാം റാങ്ക് കിട്ടി. IAS എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ആദ്യത്തെ ജോലി തന്നെ കളക്ടറായിട്ട് അല്ലെങ്കിൽ സബ് കളക്ടറായിട്ട് ആദ്യം കിട്ടും. 23 24 വയസ്സ് ഉള്ള ഒരു പെണ്ണ് സബ് കളക്ടറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. സബ് കളക്ടറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ 2 കൊല്ലം കഴിയുമ്പോൾ കളക്ടർ. അഗസ്ത്യ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KR വിജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വികാസ് വേണു സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി P ശ്രീരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചികിത്സാ സഹായ വിതരണം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവനും ഓണക്കോടി വിതരണം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായ് നിർവഹിച്ചു. സിനിമാ സീരിയൽ താരം മാസ്റ്റർ ജീവൻ ഗോപാൽ മുഖ്യ അതിഥിയായിരുന്നു. പരിപാടിയിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഞ്ചൽ ബദറുദ്ദീൻ, S ഷീജ, BY വർഗീസ്, തുളസീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ കർഷകരെ ആദരിക്കലും ലീഡ്സ് ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. നാടെങ്ങും ചിങ്ങം 1 കർഷക ദിനമായി ആഘോഷിക്കുമ്പോഴും കൃഷി സമരായുധമാക്കി മാറ്റി തളരാതെ സമരം ചെയ്യുകയാണ് കുളത്തൂപ്പുഴ അരിപ്പയിലെ സമരഭടന്മാർ. കാട്ടാമ്പള്ളി സന്മാർഗദായിനി യുവജന സമാജം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ ചടങ്ങും അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അനുസ്മരണവും സംഘടിപ്പിച്ചു. കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ അഭിഭാഷകന് മർദ്ദനം. ബാർ അസോസിയേഷൻ പ്രതിഷേധിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയും കോൺഗ്രസ് അലൈൻമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.